ഗായ്സ് ചില പ്രത്യേക സമയങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ അനുഷിക്ക് ഇങ്ങനെ ബാക്കിലോട്ടൊക്കെ തിരിച്ച് ആടാറുണ്ട്. ഞാൻ പറഞ്ഞു സാരമില്ല കുട്ടി ആടിക്കോളും ആടിക്കോളും, കുട്ടിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നപ്പോൾ അടുത്ത ആൾ ഇവിടെ ആടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു കുട്ടിക്ക് ഒന്നുമില്ല, കുട്ടി ആടിക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അനുഷിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബൈ ഇത് ആരുടെ സൈക്കിളാണ്? നാനൂട്ടൻ്റെ സൈക്കിളാണ് കേട്ടോ. അവിടെ നിന്നാണ് കാര്യം പറഞ്ഞത്. നാനൂട്ടം വരുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് ആണ് കേട്ടോ. സൈലൻ്റ് ആണെങ്കിലും അനുഷിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഈ അനിയനാണെങ്കിലും ചേട്ടൻ എഫക്റ്റ് അതാണ് അത്. അപ്പം അമ്മ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒന്ന് എന്നെ എടുക്കാമേ, ഒന്ന് കറങ്ങുന്ന എടുക്കാമേ എന്ന് അവൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. കറങ്ങി ദാ കിടക്കുന്നത് തിരികെടുത്തോ താഴെ കിടക്കുന്നത് ഒന്നും പറ്റിയില്ല രമണാന്ന് പറഞ്ഞിട്ട് തട്ടുപുട്ടി അടിയിട്ട് ചിരിച്ചു പോവുകയാണ് പട്ടിക്കുട്ടി. അപ്പം ഞാനോട്ടൻ ഈ പറഞ്ഞത് നമ്മുടെ ഇവിടെ ഒരു അമ്മയും 5 മക്കളും പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് 10-28 ആയി. അപ്പം ഇവരുടെ കണ്ണൊക്കെ വിരിയാഞ്ഞുകൊണ്ട് നമ്മൾ ഇവരെ ശല്യം ചെയ്യാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം കണ്ണ് വിരിഞ്ഞിട്ട് ഇവന്മാരെ ഇറങ്ങി ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവന്മാരെ ഒന്ന് വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നു. അപ്പം കൊടുത്ത് ചേച്ചി വീഡിയോ എടുക്കുവാണോ, എന്നോട് പറയണ്ടേ നിങ്ങളെൻ്റെ വീഡിയോ എടുക്കുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവൻ ഭയങ്കര സന്തോഷത്തിൽ അമ്മ കുറച്ചും കൂടി മാറി ഇരിക്കുന്നുണ്ടായിരുന്നേ. ഒരു കുഴിയൊക്കെ കുഴിച്ചിനകത്തായിരുന്നു 5 പേരും കൂടി. അപ്പം അവന് ഇവർ ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ. അപ്പം ഇവൻ ഇങ്ങനെ ഫോട്ടോയ്ക്ക് ഇങ്ങനെ പോസ് ചെയ്തിരുന്നു. അപ്പം രണ്ടുപേരും കൂടെ ബാബാന്ന് ഞാൻ പറഞ്ഞു അധികം ഇങ്ങോട്ട് ബാബാന്ന് വിളിക്കേണ്ട, അവനെ അമ്മ ഇങ്ങോട്ട് ബാബായാവും, പിന്നെ നമ്മൾ ബൂബു ആവും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇതിനെയൊക്കെ പൊക്കി എടുത്ത് ഞാനോട്ടെ കാലിൽ ചെരിപ്പില്ല, അതുകൊണ്ട് നമ്മൾ ഒന്ന് പോവാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉണ്ടോ വീഡിയോ എടുക്കുന്നവന്മാർ പ്രതിഷേധാർക്കം തിരിഞ്ഞങ്ങ് കിടന്നിട്ട് പറയണേ കുറേ നേരം ആയല്ലേ വീഡിയോ എടുക്കുന്നത്, ഇനി കുറച്ച് പിന്നാമ്പറം എടുത്തോണ്ട് പോയിക്കോളാനെന്ന്. പ്രതിഷേധം പിന്നാമ്പറം കാണിക്കുന്നതിന് കൂട്ടത്തിൽ കൊതുക്കും കടിക്കുന്നുണ്ടായിരുന്നു പിന്നാമ്പറത്ത്. അങ്ങനെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോവാന്ന് വിചാരിച്ച് ഞാനും കൂടി തിരിഞ്ഞതും ഒരുത്തൻ നോക്കിയിട്ട് ചേട്ടോ ഈ പെണ്ണുമ്പോൾ ഇതുവരെ പോയില്ല, ഇത് എന്തൊരു കഷ്ടമാണ് ദൈവമീന്ന് അവൻ്റെ നോട്ടം അത് എനിക്ക് മനസ്സിലായി. അങ്ങനെ പോകാന്ന് വെച്ചപ്പോൾ ഒരുത്തൻ വള്ളിക്കേസുകളുമായിട്ട് വള്ളിക്കിടയിൽ പോയി കുരുങ്ങി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവനെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, കുറച്ച് പാമ്പ് കീരിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് വെറുതെ ഇവനെ എന്തിനാണ് ഒരു നേരത്തെ ഫുഡ് നമ്മൾ 5 സ്റ്റാർ ഫുഡ് കൊടുക്കുന്നതെന്ന് വിചാരിച്ച് ഇവനെ നമ്മൾ രക്ഷിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവ ഒന്നുകൂടെ വള്ളിക്കേസിൽ പോയി പെടുകയാണ്. ഇപ്പം വള്ളികളായിട്ട് വരും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരുത്തം വേറെ വഴിക്ക് കേട്ടോ. ഇവനെയൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന പാട് നമുക്കറിയാം. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ എല്ലാത്തിനും ഒപ്പിച്ച് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ സൈഡിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊക്കെ ഒരു ജോലിയിൽ കുറേ നേരമായി ക്യാമറ പിടിച്ചൊന്ന് പൊയ്ക്കൂടെയെന്ന്. പത്രകളൊക്കെ ബൈ സി യു.